ഇല്ലേ? കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചാൽ നമ്മൾക്ക് തീർച്ചയായും ലഭിച്ചിരിക്കും. ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്നവർ അത് ചോദിക്കുന്ന രീതിയൊക്കെ തെറ്റിപ്പോകുന്നത് കൊണ്ടാണ്. അവർ ചോദിച്ചിരിക്കും, ഇങ്ങനെ ആയിരിക്കണം ചോദിക്കേണ്ടുന്നത്. അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു ചെറിയ ഒരു ഷോർട്ട് വീഡിയോ. ഒരു സംശയവും വേണ്ട, ഉറപ്പിച്ച് അങ്ങ് വിശ്വസിച്ചാൽ മതി, കാര്യം അച്ചട്ടാണ് നടന്നിരിക്കും. വിശുദ്ധ യാക്കോബ് പറയുന്നില്ലേ, ചഞ്ചല ഹൃദയനെ ഒരിക്കലും ഒന്നും കിട്ടുകയില്ല. കാറ്റത്താടുന്ന ഞാങ്ങണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആടിക്കൊണ്ടിരിക്കും. കാരണം ഇത് കിട്ടുമോ, ലഭിക്കുമോ, കർത്താവിന് ഇത് കഴിയുമോ, അവരുടെ ദൈവത്തിന് കഴിയുമോ എന്നൊക്കെ ചോദിച്ച് എന്നൊക്കെയുള്ള മനസ്സിലുള്ള ചിന്ത കൊണ്ട് ഒന്നും നടക്കത്തില്ല. ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ചഞ്ചലചിത്തനാകാതെ കർത്താവിൽ തന്നെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇനി എങ്ങനെയാണ് ചോദിക്കേണ്ടത്? നമുക്ക് ചിലപ്പോൾ വിചാരിക്കും ചോദിക്കുന്നതിലൊക്കെ ഉള്ള തെറ്റില്ലേ, നമുക്കെന്താ ഏറ്റവും കുറച്ച് ഏറ്റവും താഴ്ന്നത് പോലെ വേണ്ട, ഏറ്റവും മുന്തിയത് തന്നെ ചോദിക്കാം, ഏറ്റവും കൂടിയത് തന്നെ ചോദിക്കാം, ഏറ്റവും വലുത് തന്നെ, ഏറ്റവും ശ്രേഷ്ഠമായത് തന്നെ, നല്ല ക്വാളിറ്റി കൂടിയത് തന്നെ എല്ലാം നമുക്ക് ചോദിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കർത്താവിനോട് തങ്ങൾ ചോദിക്കുന്നതിന് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, കർത്താവിലായിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കർത്താവിൻ്റെ സമ്പത്ത് മുഴുവനും. അവർക്ക് വേണ്ടി അനുഭവിക്കാനുള്ളതാണ്. ആ ഒരു വിശ്വാസം വേണം മനസ്സിൽ. അറിഞ്ഞൂടെ, കർത്താവ് നമ്മുടെ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ, യേശു ക്രിസ്തുവിലൂടെ ദത്തുമക്കളാണ്. അപ്പോൾ ഈ മക്കൾക്കുള്ളത് തന്നെ ഉള്ള തൻ്റെ പുത്രരുടെ കൂടെ തന്നെ നമ്മളെ ഇരുത്തി നമ്മൾക്ക് വേണ്ടി ഇതെല്ലാം തരാൻ പിതാവ് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ചോദിക്കുന്നില്ല. ചോദിക്കാത്തതാണ് കുഴപ്പം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും കർത്താവിനോട് ചോദിക്കുന്ന രീതി നമ്മളൊന്ന് മനസ്സിലാക്കണം, ചോദിക്കണം. അങ്ങനെ ആദ്യം ചോദിക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒരു 3-4 മിനിറ്റെങ്കിലും ഒന്ന് സ്തുതിക്കണം, കർത്താവിനെ സ്തുതിക്കണം. എങ്ങനെയാണ് ഇനി സ്തുതിപ്പ് അറിയാമോ? ഞാൻ ഈ മറ്റുള്ളവർക്ക് അറിയാൻ വയ്യാത്തവർക്കും മറ്റുള്ള സഹോദരങ്ങൾക്കും വേണ്ടിയൊക്കെയാണ് പറയുന്നത്. ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാം. സ്തുതിക്കണം കർത്താവിനെ. സ്തുതി നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ അതാ മക്കൾ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയൊക്കെ ഒന്ന് സോപ്പിട്ട് ഇതൊന്ന് തൂത്ത് തടവിയൊക്കെ അല്ലേ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാതെ ഇതല്ലേ, താടിയൊക്കെ ഒന്ന് പിടിച്ച് നോക്കി ഇങ്ങനെ ഒന്ന് തടവി ഉമ്മയെ കൊടുത്ത് സന്തോഷിച്ച് ഒക്കെ അല്ലേ ഓരോ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്, ചോദിക്കുന്നത്. ഇത് പറഞ്ഞ പോലെ നമുക്കെന്താ, നമ്മുടെ പിതാവിനെ, നമ്മുടെ പിതാവിനെ, നമ്മുടെ അപ്പച്ചനെ, സ്വർഗസ്ഥനായ നമ്മുടെ അപ്പച്ചനോട് നമ്മളെന്താ അങ്ങനത്തെ സ്നേഹപ്രകടനം കാഴ്ച വെച്ചാൽ, നമ്മൾ ചെയ്താൽ ഒരു തെറ്റുമില്ല. അങ്ങനെയാണ് വേണ്ടിയത്. നമ്മുടെ അപ്പച്ചനാണ്. നമ്മൾ ഗാനങ്ങളിലൊക്കെ അങ്ങനല്ലേ. അതുപോലെ നമ്മൾക്ക് 2-3 മിനിറ്റ് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, നന്ദി നന്ദി നന്ദി, സ്തോത്രം 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 സ്തോത്രം, സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ, നന്ദി 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 കർത്താവേ, സ്തോത്രം, സ്തുതിക്കുന്നു യേശുവേ, നന്ദി യേശുവേ, നന്ദി, സ്തോത്രം സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരവരുളുന്നതിനായിട്ട് അവിടുത്തെ ഞങ്ങളെ സ്തുതിക്കുന്നു നാഥാ, നന്ദി അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം തരുന്നുവല്ലോ, ഞങ്ങളെ നയിക്കുന്നുവല്ലോ, ഞങ്ങളുടെ മാർഗങ്ങൾ തെറ്റാതിരിക്കാൻ അവിടുന്ന് കരുതലോടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്നല്ലോ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ആവശ്യങ്ങളുമെല്ലാം കർത്താവേ ഞങ്ങൾ അവിടുത്തേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമീൻ 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 ആമീൻ, സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ ഈ വീഡിയോയിലൂടെ അധികം സമയം എടുക്കുന്നില്ല. ഒരു 3 മിനിറ്റോ 4 മിനിറ്റൊക്കെ സ്തുതിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത്രയും നല്ലത്. എത്രത്തോളം നിങ്ങൾക്ക് സാധിക്കുമോ അത്രത്തോളം നല്ലത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അങ്ങനെ ഞാൻ ഇത് പഠിപ്പിക്കുകയാണ്.
എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്, അങ്ങനെയൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മളെ നടത്തിയ ആ നന്മകളും വേണമെങ്കിൽ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. അതിലൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കേണ്ടുന്നത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എന്തായിരിക്കും ചോദിക്കേണ്ടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും നല്ലത് തന്നെ ചോദിക്കാം, അതിന് ഒരു കുഴപ്പമില്ല. ചോദിക്കുന്നതിന് വേറെ ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും തോന്നിവാസത്തിനും കുരുത്തക്കേടിനും കാണിക്കാനും ഇതിനൊക്കെ ഉള്ള ചില കാര്യങ്ങളാണ് നമ്മളുടെ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടൊക്കെ ചോദിക്കുമോ? നമ്മുടെ ഡാഡിയോടുമൊക്കെ ചോദിക്കുമോ? ഇല്ലല്ലോ. അതുപോലുള്ള അത്യാഗ്രഹങ്ങൾക്കൊന്നും ചോദിക്കരുത്, അത്യാഗ്രഹമായിട്ടുള്ളതൊന്നും ചോദിക്കരുത്. ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇങ്ങനെ, എന്നോളം ഉണ്ടാകരുത് ആരും, എൻ്റെ കാളും ഒരിക്കലും ഉണ്ടാകരുത്, ആർക്കും ഉണ്ടാകരുത്, എനിക്ക് മാത്രം എന്നുള്ള ചിന്താഗതി. എനിക്ക് മാത്രം, എൻ്റെ കൂടെ ഉള്ളവർക്ക്, എൻ്റെ ഭവനത്തിലുള്ളവർക്ക്, മറ്റുള്ളവർക്ക് ആർക്കും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇത് നമ്മളെ സാധാരണ ഭരിക്കുന്നതാണല്ലോ. എനിക്കൊന്നും എല്ലാ പള്ളികളിലുമൊക്കെ ഉള്ളവരൊക്കെ കാണും, അങ്ങനെയൊക്കെ എല്ലായിടത്തും കാണും, പള്ളികളിലുമൊക്കെ എല്ലായിടത്തും സമൂഹങ്ങളിലും എല്ലാം ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. അത് നമ്മളങ്ങ് കളയണം. കർത്താവിനെ സ്തുതിക്കാനിരിക്കുമ്പോൾ നമ്മൾ വിനീതരും എളിമയുള്ളവരും ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ തോന്നിവാസം പോലെ ഒന്നല്ല. ആത്മാവിൽ വിശുദ്ധിയോടെ വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും പാടില്ല. കർത്താവായിട്ടുള്ള ബന്ധം തുടരുന്നുവെങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ. ആ ബന്ധം എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് അത്യാഗ്രഹമൊന്നും വരുത്. പിന്നെ നമ്മളുടെ ഉള്ളിലുള്ള ദൈവാത്മാവിനെ നമ്മൾ അങ്ങനെ ആക്കുന്നവയൊന്നും നമ്മൾ ചോദിക്കരുത്. അത് ഉള്ളിൽ ദൈവാത്മാവുണ്ട്, അതറിയാമല്ലോ. ആ ആത്മാവ് നമ്മൾക്ക് വേണ്ടി, പൗലോസ്ലീഹ പറയുന്നു, നമുക്ക് വേണ്ടി നമ്മുടെ ആത്മാവുമായിട്ട് ചേർന്ന് ദൈവാത്മാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് വാച്യമായ നെടുവീർപ്പുകളോടെ. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ നിർവീര്യമാക്കുന്ന വിധത്തിൽ ഒന്നും വേണ്ട ചോദിക്കുന്നത്. എന്ത് വേണേലും ചോദിച്ചോളാൻ പറഞ്ഞുള്ളത് കൊണ്ടല്ല, അത് അല്ല. നമ്മുടെ ആവശ്യമുള്ള ഒരു ജോലി, ന്യായമായിട്ടുള്ള ഒരു ജീവിത രീതി, ജീവിതത്തിന് വേണ്ടുന്ന ഒരു സമ്പാദ്യം, ഈ ഒരു ജോലി വേണം. ആ ജോലിക്ക് ചോദിക്കാം. പിന്നെ ഭവനമില്ലാത്തവർക്കൊരു ഭവനം ചോദിക്കാം. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ കിട്ടാൻ വേണ്ടി ചോദിക്കാം. ഇനി അവരെ പഠിപ്പിക്കാനും വേണ്ടുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ളതൊന്നും ഇല്ലെങ്കിൽ അതിനും ചോദിക്കാം. അതൊക്കെ ചോദിച്ച് കാഴ്ചവെക്കാം. അതൊക്കെ ഇഷ്ടമാണ്, പിതാവിന് ഇഷ്ടമാണ്, അതൊക്കെ കർത്താവിന് ഇഷ്ടമാണ്. അതൊക്കെ ചോദിക്കണം. കാരണം നമ്മൾ മക്കൾ അപ്പച്ചനോട് ചോദിക്കുന്ന പോലാണ് ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും മടി വിചാരിക്കരുത്. നല്ലൊരു വീട് തന്നെ ഉണ്ടാകട്ടെ. നല്ലത് ഒരു കുടിലും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മുറിക്കും ഒരു അടുക്കളയും ഒരു വരാന്തയും മതിയെന്നൊന്നും വിചാരിക്കേണ്ട. 2-3 മുറിയും അടുക്കളയും ഇതിലെ സിറ്റ് ഔട്ടും പോർട്ടിക്കോയും ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ. അതൊക്കെ ചോദിക്കാം. നല്ലൊരു വീട് എനിക്ക് തരണേ, എൻ്റെ മക്കൾക്കും ഭാവിയിലും അവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നവണ്ണം എന്ന് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക, അങ്ങനെയൊക്കെ ദൈവത്തോട് ചോദിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് ജോലി വേണം, ജോലി സ്ഥിരത വേണം. പിന്നെ മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നതിന്, അവരും എന്നോട് നല്ല ബന്ധത്തിലാകുന്നതിന്, ഞാൻ നല്ല ബന്ധത്തിലായെങ്കിലേ അവരെന്നോട് നല്ല ബന്ധത്തിലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം അത് മുൻകൈ എടുക്കുന്നത്. അതൊക്കെ കർത്താവ് പറഞ്ഞാൽ അല്ലെങ്കിൽ കർത്താവിന് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് അതൊന്നും നടക്കത്തില്ല. ഇതിനെ നമ്മൾ ആ വിശുദ്ധിയിൽ ആയിരുന്നു ചോദിക്കണം. അതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്. അതുകൊണ്ട് ചോദിക്കുമ്പോൾ ആ വിധത്തിൽ വേണം. ഒരു ജോലി സ്ഥിരതയും മറ്റുള്ളവരുമായിട്ടുള്ള നല്ലൊരു ബന്ധവും ഇതൊക്കെ ഇല്ലാതെ വ്യസനിച്ചിരിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി, അപ്പം നമുക്ക് വേണ്ടിയെന്ന് മാത്രമല്ല, നമ്മൾ അറിയുന്നവർക്ക് വേണ്ടിയും കൂടി, ഈ അവസ്ഥയിലുള്ളവർക്ക്, നമ്മൾ ആരെങ്കിലും കേട്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടിയും കൂടെ നമുക്ക് ചോദിക്കണം, അല്ലാതെ സ്വന്തമായിട്ടുള്ളതല്ല. അതാണ് വിശുദ്ധ യാക്കോബ് പറയും, നമുക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതെന്ന് പറയുന്നത് എന്താ? അതൊരു അത്യാഗ്രഹമാണ്.
സ്വാർത്ഥതയാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളോളം നമ്മളെക്കാളും ആകരുത് എന്നുള്ള നമ്മുടെയൊക്കെ പ്രാർത്ഥന അങ്ങനെയൊക്കെയാണ്. മിക്കവാറും എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങനെയാണ്. അമ്മച്ചിമാരായാലും അപ്പച്ചന്മാരായാലും ചെറുപ്പക്കാരിൽ നിന്ന് കരിസ്മാറ്റിക്കുകാരായാലും ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ടാൽ അങ്ങനെയൊക്കെ നല്ല രസമാണ്. ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആകരുത്. കാരണം എന്താണ്, നമുക്ക് ഇങ്ങനെ അല്ലാതെ വിശുദ്ധിയിൽ ചോദിച്ചാൽ കർത്താവ് എല്ലാം തന്നിരിക്കും. നമ്മൾ പലരെയും നമ്മളോട് പറയും പ്രാർത്ഥിക്കേണ്ട. എന്നോട് പലരും പറയാറുണ്ട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ കാര്യമൊന്നും. ഇപ്പോൾ തന്നെ എന്നെയാണ് ഞാനിതിപ്പം പറയാൻ തന്നെ കാരണം, വീഡിയോ പറയാൻ തന്നെ കാരണം നമ്മുടെ മതത്തിൽപ്പെട്ടതല്ല. അയാൾ പ്രാർത്ഥിക്കാനൊന്നും അറിഞ്ഞുകൂടാ. അവിടെ എന്നോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒക്കെ ചെയ്യുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് ജോലി സ്ഥിരതയില്ല, ജോലിക്ക് ആരും വിളിക്കുന്നില്ല, സ്ഥിരതയില്ല. ജോലിയെല്ലാം അറിയാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. കുറേ നാളുകളായിട്ട് ജോലിയില്ല. പിന്നെ എന്തോ മറ്റുള്ളവർക്ക് എന്തോ തഴയുന്നത് പോലെയുള്ള തോന്നൽ. അപ്പോൾ ഇതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം, എനിക്കത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അത് മതി, ഊരും പേരും ഒന്നും അറിയണ്ട, അത് മതി. നമ്മൾ അവർക്ക് വേണ്ടി, ആ സഹോദരന് വേണ്ടി, ഇതുപോലുള്ള ധാരാളം പേര് കാണാം, ആ സഹോദരന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അതും കൂടെ ചേർത്ത് വെക്കണം. ഇതിനെ ചേർത്താൽ ഫിലിപ്പിയർ 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് അവിടുത്തെ സമ്പന്നതയുടെ മഹത്വത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമ്മൾക്ക് എല്ലാം തന്നിടും, എല്ലാം തരും. പിതാവ് നമ്മളുടെ അപ്പച്ചൻ, സ്വർഗീയ ദൈവരാജ്യ സാമ്രാജ്യ അധിപൻ, അവിടെയാണ് സമ്പന്നതയെല്ലാം. മറ്റുള്ളവരിലില്ല, മറ്റുള്ളവർക്കൊക്കെ ഭൂമിയിലുള്ള അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കലവറയായ അവിടെ നിന്ന് നമുക്കെല്ലാം ഇഷ്ടം പോലെ തരും. എങ്ങനെയാണ് തരുന്നത്? നമ്മുടെ രക്ഷകനും നമ്മുടെ നാഥനുമായ യേശു ക്രിസ്തു വഴി. നമ്മളെ എങ്ങനെയാണ് അപ്പച്ചൻ വിളിക്കാൻ പഠിപ്പിച്ച ആരാ? യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തു വഴിയാണ് നമ്മളെ മക്കളാക്കിയത്, യേശു ക്രിസ്തുവാണ്. ദത്ത് പുത്രസ്ഥാനം തന്ന് നമ്മളെ എടുത്തിരിക്കുകയാണ് അവിടുത്തെ തിരുരക്ത ബലിയാലും. അപ്പോൾ യേശു ക്രിസ്തു വഴി നമുക്ക് ഇതെല്ലാം നമുക്ക് നൽകിയിട്ടു. അതുകൊണ്ട് യേശുവിനോട് എപ്പോഴും പറയണം, എനിക്ക് ഇന്ന കാര്യം വേണം, ഇന്ന കാര്യം. ഒരിക്കലല്ല പറയേണ്ടത്. ചുമ്മാ നടക്കുമ്പോഴും എന്തെല്ലാം ജോലികളൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ബസ്സിലോ ട്രെയിനിലോ എവിടെ ആയാലും ഇരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക. കുറച്ച് വാവെച്ച് പ്രാർത്ഥിച്ചെങ്കിലേ കേൾക്കത്തുള്ളെന്നൊന്നും വിചാരിക്കേണ്ട, മനസ്സിലങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. കണ്ണു പടച്ചിരുന്നങ്ങ് പ്രാർത്ഥിച്ചോ, വേറെ ഒന്നും അറിയണ്ട. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ എനിക്ക് എന്ത് രസമാണ്. കാരണം ഒന്നും അറിയുന്നില്ല, മറ്റുള്ള ഒരു ശല്യങ്ങളും ഇല്ല. അവിടെ ഇരുന്നങ്ങ് നല്ലപോലെ അങ്ങ് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ആണ് വേണ്ടിയത്. അപ്പോൾ നമ്മളതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ പിതാവ് അവിടുത്തെ മഹത്വപൂർണ്ണമായ സമ്പന്നതയുടെ മഹത്വത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമ്മൾക്കെല്ലാം അങ്ങനെ നൽകും. അങ്ങനെ എന്നിട്ട് നമ്മൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. പിതാവേ, ഞങ്ങളുടെ കർത്താവും അവിടുത്തെ ഏകപുത്രനുമായ യേശു ക്രിസ്തു വഴി. യേശു ക്രിസ്തു അവിടുത്തെ ഏകപുത്രനാണ്. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളങ്ങ് പറയുക, ഇന്ന ആവശ്യങ്ങളെന്ന്. എല്ലാം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചതിന് കർത്താവായ യേശു ക്രിസ്തു വഴി അവിടുത്തെ ഈ സ്തോത്രവും പുകഴ്ചയും ഞങ്ങൾ അർപ്പിക്കുന്നു. യേശുവേ നന്ദി, പിതാവേ നന്ദി, സ്തോത്രം. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാം തന്ന് അനുഗ്രഹിച്ചതിന് അത് പ്രത്യാശയാണ്. അല്ല ഇനി തന്നു കഴിഞ്ഞിട്ടെന്ന് വിചാരിക്കരുത്. തന്നു കഴിഞ്ഞിട്ട് മതിയല്ല. അതിനു മുമ്പ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഈ തന്നില്ല കിട്ടുന്നതിന് മുൻപ് എങ്ങനെ നന്ദി പറയുന്നത്? തന്നു കഴിഞ്ഞിട്ടില്ലേ നന്ദി പറയുന്നത്? കർത്താവാണ് നമുക്ക് തരുന്നത്, ദൈവമാണ് തരേണ്ടുന്നത്. അത് തന്നു കഴിഞ്ഞു. ഈ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടോ? മക്കൾ ചോദിക്കുമ്പോൾ അപ്പച്ചൻ തരത്തില്ലെന്ന് പറയുമോ? തരും. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ തരും. അതുകൊണ്ട് നേരത്തെ ഒന്ന് വിളിച്ച് ഒന്ന് ചുംബിച്ചെന്നും കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഉമ്മ വെച്ചെന്നും പറഞ്ഞ് ഉണ്ടോ? അങ്ങനെയല്ലേ ചെയ്യുന്നേ? അവരുടെ കർത്താവിനോട് അങ്ങനെ പറഞ്ഞാലെന്താ?
തന്ന അനുഗ്രഹിച്ച് നന്ദി. ഉറപ്പായിട്ട് അത് ലഭിച്ചിരിക്കും, അതിൽ യാതൊരു മാറ്റവും ഇല്ല. തന്നു എന്നുള്ള ആ പ്രത്യാശ അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ ലഭിക്കുമെന്നുള്ള പ്രത്യാശ എപ്പോഴും ഉണ്ടായി നിലനിർത്തണത് കർത്താവ് അതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതിന് പ്രത്യേകമായിട്ട് അതിന് വിലയിടും. പ്രത്യാശയില്ലാത്ത പ്രാർത്ഥനയാകരുത്. അതാണ് വിശുദ്ധ യാക്കോബ് പറഞ്ഞത്, കാറ്റത്ത് ഉലയുന്ന ഞാങ്ങണ പോലെയുള്ള മനസ്സ് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത് നിങ്ങൾ കേട്ട് അതൊരു പ്രാർത്ഥനയായിട്ട് എടുക്കണം, നമ്മളത് മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് നമ്മളുടെ കാര്യങ്ങളൊന്നും പലപ്പോഴും ചിലപ്പം ചോദിക്കുമ്പോൾ കിട്ടാത്തത്. പിന്നെ എനിക്കൊരു ചെറിയ പനിയൊക്കെ വന്നു, 3-4 ഒരു ചെറിയ മഴ നനഞ്ഞു. മഴയും വെയിലുമൊന്നും വലിയ പരിചയമില്ലാത്ത എനിക്കപ്പോൾ ഇങ്ങനെ ഒരു നനയേണ്ടി വന്നപ്പോൾ ചെറുതായിട്ട് ഒരു ചെറിയ പനിയായിപ്പോയി. അതാണ് 3-4 ദിവസം വീഡിയോകളൊന്നും ചെയ്യാതിരുന്നത്. അതിനും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കണം നമുക്ക്. എന്നിട്ട് അവസാനം ഒന്നും കൂടെ നന്ദിയും മഹത്വവും ഒക്കെ പറഞ്ഞിട്ട് ഒന്ന് സ്തുതിച്ചുകൊണ്ട് അങ്ങ് നിർത്തണം. ആ പ്രാർത്ഥനയ്ക്കുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്, ആ പ്രാർത്ഥനയല്ല. അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കണം, മറ്റുള്ളവർക്കും എല്ലാവർക്കും ഒരു ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്നാണ് യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്കും അത് തന്നെ. അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് വീഡിയോകളും കാണാനും എടുക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. വീഡിയോകൾ ബൈബിൾ പഠനങ്ങൾ നല്ല ആഴത്തിലുള്ള വളരെ സവിസ്തൃതമായ പഠനമാണ്, അല്ലാതെ ചുരുക്കത്തിൽ ഓടിച്ചിട്ട് പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. സ്തോത്രം, നമുക്കൊന്ന് സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, നന്ദി, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ സ്തുതിക്കുന്നു കർത്താവേ, അവിടെ സ്തുതിക്കുന്നതിനുള്ള അവസരം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ച കാരുണ്യത്തിന് അവിടുത്തെ നന്ദി, നന്ദി അർപ്പിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. പിതാവേ, അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, നന്ദി.